അവിടെ കയറി കാണുന്നവരെ അങ്ങോട്ട് മാറിക്കൊടുക്കണം മറ്റുള്ളവർക്ക് കാണാൻ. രേണു, നമ്മളിപ്പോൾ ഉള്ളത് പേരുമലയിലാണ്. ഇവിടെ ഈ അഫാന്റെ അനിയൻ അഫ്സാന്റെ മൃതദേഹം പൊതുദർശനത്തിനായി എത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആംബുലൻസ് വന്ന് നിർത്തി മൃതദേഹം പൊതുദർശനത്തിനായി ഇറക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഇവിടെ ഒരു നാടൊന്നാകെ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നുമില്ലാതെ ഒരു 13കാരന്റെ മൃതദേഹം ഒന്ന് അവസാനമായി കാണാൻ, അവനുവേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു നാടൊന്നാകെ കാത്തു നിൽക്കുന്ന കാഴ്ചയാണ് ഇവിടെ ഉള്ളത്. അതിക്രൂരമായാണ് ഈ 13 വയസ്സുള്ള അഫ്സാൻ കൊല്ലപ്പെട്ടത്. അതിക്രൂരമായ കൊലപാതകം, അതൊരു സംശയവുമില്ലാതെ പറയാൻ കഴിയും. കാരണം ഈ ആംബുലൻസ് കയറ്റിയ ഡ്രൈവർ അടക്കം നമ്മുടെ പ്രതിനിധി ഡാൻ കുര്യനോട് പറഞ്ഞിരുന്നു, ഈ കുട്ടിക്ക് ഒരു കണ്ണുണ്ടായിരുന്നില്ല, ചുറ്റിക കൊണ്ട് തലക്കടിച്ച് ഒരു കണ്ണ് ഉള്ളിലേക്ക് പോയ അവസ്ഥയിലായിരുന്നു ഈ കുട്ടിയുടെ മൃതദേഹം ഉണ്ടായിരുന്നത്. അത്രയധികം ക്രൂരമായി കൊല ചെയ്യപ്പെട്ട ആ 13 വയസ്സുകാരന്റെ മൃതദേഹം ഇപ്പോൾ ഈ നാട്ടിൽ, അവൻ കളിച്ച് വളർന്ന ആ നാട്ടിൽ പൊതുദർശനത്തിന് വേണ്ടി എത്തിക്കുന്ന ദൃശ്യങ്ങളാണ്